ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് ലൈവില് ബിഗ് ബോസ് കൊടുത്തൊരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് അനീഷ് അതിലേക്ക് ഇട്ട് നല്ലതുപോലെ അങ്ങോട്ട് കൊടുത്തു. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലപോലെ എന്ന് വെച്ചാൽ നല്ലതുപോലെ കൊടുത്തു. ഷാനവാസും ഒന്ന് ചെറിയ രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഷാനവാസും ആദിലും തമ്മിൽ ഇപ്പം ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ ഈ ഒരു സംഭവം ആദിലേക്ക് കൊടുത്തതും അതല്ലാതെ കഴിഞ്ഞിട്ട് ലൈവിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഷാനവാസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ ഉടനെ ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആങ്ങളെയും പെങ്ങളും തമ്മിലൊരു ഫൈറ്റ് നമുക്ക് ഉടനെ കാണാം. ഇത് അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും കേസിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നടന്നു. പക്ഷെ അവർ നല്ല ഫ്രണ്ട്സാണ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ട് കേട്ടോ. ഒരു വഴക്കിട്ട് ഇടുന്നുണ്ടെങ്കിലും അത് ഒരു തമാശയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഈ നോക്കിയാൽ ആദിലയും ഷാനവാസും തമ്മിൽ ഉടനെ ഒരു വഴക്കുണ്ടാവും. അപ്പോൾ മോർണിംഗിൽ അപ്പം അനീഷ് ആദ്യം എണ്ണിച്ച് വന്നിട്ട് നെവിൻ്റെ പേര് പറയുന്നത്. ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ ഓരോ വസ്തുക്കളുമായിട്ട് അവിടെയുള്ള ആൾക്കാരെ ഉപമിക്കുക എന്നാണ് പറയുന്നത്. അപ്പം ടാസ്ക് മനസ്സിലാക്കി സംസാരിക്കാൻ പറയുന്നുണ്ട്. അപ്പം അനീഷ് പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് പഞ്ചസാരയുടെ പേര് പറയുന്നുണ്ട്. പഞ്ചസാരയായിട്ട് നെവിനെ കമ്പയർ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ കട്ട് തീറ്റയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പഞ്ചസാര ആണെമ്പോൾ എനിക്ക് നെവിനെ ഓർമ്മ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് വീണ്ടും പറയുന്നുണ്ട് ടാസ്ക് മനസ്സിലാക്കി ചെയ്യുക എന്ന് പറയുന്നുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുക്കളുമായിട്ടാണ്, ഫുഡ് ഐറ്റങ്ങളല്ല, വസ്തുക്കൾ. ഇപ്പോൾ അവിടെയുള്ള കസേര, ടി വി, ചെയർ, അത് ഇത് ചപ്പ് ചവറൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്ത് സംസാരിക്കേണ്ടത്, ഉപമിക്കേണ്ടത്. അപ്പോൾ അനീഷ് അവിടെ വീണ്ടും ചെന്നിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ബസ്സിൽ വരുന്നു. ഷാനവാസ് വന്നിട്ട് അതിലേക്കിട്ട് ചെറിയ രീതിയിൽ കൊടുത്തിട്ട് പോകുന്നു. ഷാനവാസ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിൽ ഇവിടുത്തെ ഗ്യാസ് കുറ്റിയാണ്, സിലിണ്ടർ ഉണ്ടല്ലോ കുറ്റി, ഗ്യാസ് കുറ്റിയാണ്. അതുകൊണ്ട് ഉപകാരമുണ്ട് എന്നാൽ ഉപദ്രവമുണ്ട്. ചില സമയത്ത് പൊട്ടിത്തെറിക്കും. കാര്യം എന്താണെന്ന് പോലും അറിയാതെ കാര്യം മനസ്സിലാക്കാതെ പൊട്ടിത്തെറിക്കും. അപ്പം ഞാൻ ഗ്യാസ് കുറ്റിയായിട്ട് ആദിലെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അവിടെ ചെന്നിരിക്കുന്നുണ്ട്. അപ്പം മിക്കവാറും ഇതൊക്കെ കേട്ടിട്ട് മിക്കവാറും ആദിലേക്ക് ഹാലിളവാനുള്ള ചാൻസ് കൂടുതലാണ്. മിക്കവാറും ഈ ആഴ്ച മൊത്തം ഷാനവാസിനെ ആയിരിക്കാം ആദില പിറവേ നടന്ന് ട്രിഗർ ചെയ്ത് ഉപദ്രവിച്ച് മറ്റേ വേസ്റ്റ് വെള്ളം വാരി എറിഞ്ഞ് അടിക്കുകയൊക്കെ മിക്കവാറും ഈ ആഴ്ച ഷാനവാസിനെ ആയിരിക്കാം. കാരണം കഴിഞ്ഞ ആഴ്ച അങ്ങനെ ആയിരുന്നല്ലോ. കഴിഞ്ഞ ആഴ്ച നോമിനേറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് അനീഷിനെ പുറകെ നടന്ന് ഉപദ്രവിച്ചത്. അത് കഴിഞ്ഞിട്ട് സാബുമാൻ വരുന്നുണ്ട്. സാബുമാൻ വന്നിട്ട് ഒനിയൻ സാബുവിൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ അവിടുത്തെ മറ്റേ ബീൻ ബാഗ് ഉണ്ടല്ലോ, അതാണ് പുള്ളിക്കാരൻ. അവിടെ എവിടെയെങ്കിലും പോയി അവിടെ അതിൻ്റെ വണ്ടയിലങ്ങ് കിടക്കും. അതെവിടെ കിടക്കുന്നോ അതിൻ്റെ വണ്ടയിൽ പോയി കിടക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ബീൻ ബാഗ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അക്ബർ വരുന്നുണ്ട്. അക്ബർ വന്നിട്ട് അനീഷിനിട്ട് കൊടുക്കുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട് അനീഷ് തത്തമ്മയാണെന്ന്. കാരണം തത്തമ്മ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചിലച്ചോണ്ടിരിക്കുമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഒരു കാര്യം ഇങ്ങനെ റിപ്പീറ്റ് പറയുന്നുണ്ടല്ലോ. അപ്പം അത് ഒരു തത്തമ്മയായിട്ടാണ്. തത്തമ്മ അങ്ങനെ പറയുമല്ലോ, നമ്മൾ കേൾക്കുന്നതാണല്ലോ. പിന്നെ സംസാരിക്കുന്ന തത്തമ്മയെ പൂച്ച ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അപ്പം അക്ബർ അനീഷിനെ ഉപമിച്ച് അങ്ങനെ പറയുവാണ് തത്തമ്മയായിട്ട്. അത് കഴിഞ്ഞിട്ട് ആര്യം വരുന്നുണ്ട്. ആര്യം വന്നിട്ട് ജിസേലിനെ ഒന്ന് വാനോളം പുകഴ്ത്തിയിട്ട് ആര്യം പോയിരിക്കുന്നുണ്ട്. ആര്യം പറയുകയാണ് ജിസേല് ഒരു അംബ്രല്ലയാണ്. അപ്പം മഴ വന്നു കഴിഞ്ഞാൽ അത് കൊണ്ടിട്ട് ഉപകാരവും ഉണ്ട്, അതുപോലെ വെയിൽ വന്നു കഴിഞ്ഞാലും അത് കൊണ്ടിട്ട് ഉപകാരമുണ്ട്. അപ്പം ഇവിടുത്തെ ഏറ്റവും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. കാരണം കഴിഞ്ഞ വീക്കിൽ അലേട്ടം വന്ന സമയത്ത് ജിസേലിനെ ആര്യനെയും ചേർത്ത് കാരണം ഒരു വീഡിയോ ക്ലിപ്പൊക്കെ കാണിക്കുന്നു. മറ്റേ അത് മാത്രമല്ല അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുണ്ടല്ലോ, ഇവർ തമ്മിൽ ലവ് ട്രാക്ക് പിടിക്കുകയെന്നൊക്കെ. അപ്പം അതിനെ ഒന്ന് വെളുപ്പിച്ച് വിടാനുള്ള പരിപാടിയാണ് ഇപ്പം ഈ ജിസേലും ആര്യനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അതൊന്ന് അണയ്ക്കണം. അപ്പം ഇവിടുത്തെ എൻ്റെ ഏറ്റവും വലിയ ഒരു ഫ്രണ്ട് ജിസേലാണ്. എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. എനിക്ക് പനിയാണെങ്കിൽ പോലും എന്നെ സഹായിക്കും, എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് വാനോളം പുകഴ്ത്തിയിട്ട് ആ പുള്ളിക്കാരൻ അവിടെ ചെന്ന് ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി വരുന്നുണ്ട്. ലക്ഷ്മി വന്നിട്ട് അനീഷിനിട്ട്, വേദലക്ഷ്മി ഉണ്ടല്ലോ, അനീഷിനിട്ട് ഒരു കൊട്ടുകൊട്ടിട്ടാണ് പോകുന്നത്. അനീഷ് ഇവിടുത്തെ സ്റ്റോർ റൂം ക്യാമറയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രമേ പുള്ളി പ്രതികരിക്കത്തുള്ളൂ. അല്ലാതുള്ള സമയത്തൊന്നും ആരുടെടുത്തും മിണ്ടത്തുമില്ല, എടുക്കത്തുമില്ല എന്നുള്ള മട്ടിലാണ് സ്റ്റോർ റൂമിൽ ഇരിക്കുന്ന ക്യാമറ ഉണ്ടല്ലോ, അവിടോട്ട് ആരെങ്കിലും പോയാൽ മാത്രമേ അതിനെ ഫോക്കസ് ചെയ്യുന്നുള്ള രീതിയിലാണ് ഈ ലക്ഷ്മി അനീഷിനെ പറ്റി പറയുന്നത്. അപ്പം മറ്റുള്ള അല്ലാത്ത സമയങ്ങളിൽ ആരോടും മിണ്ടാനോ എടുക്കാനോ സംസാരിക്കാനോ ഒന്നും പോകുന്നില്ല. പുള്ളിയുടെ ആവശ്യം വരുന്ന സമയത്ത് പുള്ളി അവിടെ കിടന്നിങ്ങനെ അലച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ക്യാമറ ആയിട്ടാണ് അനീഷിനെ ലക്ഷ്മി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ബിന്നി വരുന്നുണ്ട്. ബിന്നി വന്നിട്ട് നെവിനെയാണ് പറയുന്നത്.
അത് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. വാഷിംഗ് മെഷീൻ കാരണം ആവശ്യമുള്ള സമയത്ത് ഉപകരിക്കത്തില്ല. അവിടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് ബിഗ് ബോസിൻ്റെ അകത്ത്. എനിക്ക് തോന്നുന്നു കേടങ്ങാണമായിരിക്കും കേട്ടോ. പിന്നെ പറയുവാണെങ്കിൽ അത് ആവശ്യമുള്ള സമയത്ത് അത് ഉപകരിക്കത്തില്ല. കുറച്ച് തുണി അതിനകത്ത് കൊണ്ടിട്ട് കഴുകാനായിട്ട് എടുക്കുമ്പോഴത്തേക്ക് അത് വർക്കാവത്തില്ല. അതേപോലെയാണ് ഇവിടുത്തെ നെവിൻ. ആവശ്യമുള്ള സമയത്ത് അതിനെ കൊണ്ട് ഉപകരിക്കത്തില്ല, അല്ലാത്തുള്ള സമയത്ത് അതിനെ കൊണ്ട് ഉപകരിക്കും. അപ്പം അതിനർത്ഥം എനിക്കൊന്ന് അവിടുത്തെ ഒരു വേസ്റ്റായിട്ടാണ് ബിന്നി നെവിനെ പറ്റി പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും അത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളെ ആദിൽ വന്നിട്ട് അക്ബറിനൊരു പണി കൊടുക്കുന്നുണ്ട്, അതും എനിക്ക് ഇഷ്ടപ്പെട്ട്. അക്ബർ ഒരു കത്തിയാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി വെട്ടുന്ന കത്തി. കാരണം ഒരാളോടും ഒരു ഇമോഷണലും ഇല്ലാതെ അറുത്ത് കണ്ടിച്ച് അവിടെ ഇടും. അതാണ് അക്ബറിന്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു കത്തിയായിട്ട്, ഇറച്ചി വെട്ടുന്ന കത്തിയായിട്ട് അക്ബറിനെ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അനീഷ് വന്നിട്ട് ആദിലേക്ക് ഇട്ട് നല്ലൊരു പൊട്ട് പൊട്ടിയിട്ടാണ് പോകുന്നത്. ഈ വീട്ടിലെ ചെറിയൊരു സേഫ്റ്റി പിന്നായിട്ടാണ് എനിക്ക് ഈ ആദിലെ തോന്നിയെന്ന് പറയുന്നുണ്ട്. ആ ഒരു സേഫ്റ്റി പിൻ കൊണ്ടിട്ട് ചെറിയൊരു ഒബ്ജക്റ്റീവാണ്, പക്ഷെ അത് കൊണ്ടിട്ട് ഒരുപാട് ഉപകാരമുണ്ട്. പക്ഷെ അത് കൊണ്ടിട്ട് ഉപദ്രവമുണ്ട്. അതിൻ്റെ ഉപദ്രവം അത് കയ്യിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല വേദന എടുക്കും. അതേപോലെ ഒരു പിന്നാണ് ആദില. കാരണം ആ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് എന്നെ ഒരുപാട് കുത്തിയിട്ടുണ്ട്, കുത്തി എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ എനിക്ക് അത് വേദന എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പിന്ന് വെച്ച് ഇനി എന്നെ കുത്താതിരിക്കുക, ഇറ്റ്സ് മൈ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, പ്ലീസ് എന്ന് പറഞ്ഞിട്ടാണ് അനീഷ് അവിടെ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് ആദിലേക്ക് കയറി അങ്ങോട്ട് കൊള്ളും. ഈ ആഴ്ച നോക്കിക്കോ, ഈ ആഴ്ചയും മിക്കവാറും അനീഷിൻ്റെ പുറമേ നടന്ന് ഈ ഒരു സംഭവം വെച്ചിട്ട് അനീഷിനെ മിക്കവാറും പുറമേ നടന്ന് ഇറിറ്റേറ്റ് ചെയ്ത് ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അങ്ങനെ ആയിരുന്നല്ലോ, നോമിനേറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഓപ്പൺ ആയിട്ടുള്ള നോമിനേഷനിൽ വന്നിട്ട് അനീഷിന് പറയാനുള്ള കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് ഓപ്പണായിട്ട് എടുത്തടിച്ചിട്ട് പോലെ പറയുകയും ചെയ്തു, നോമിനേറ്റ് ചെയ്തങ്ങോട്ട് വിടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു വിഷയം പിടിച്ചുകൊണ്ടായിരിക്കും ഇനി ആദില അനീഷിനോട് പെരുമാറുന്നത് ഈ ആഴ്ച ഫുള്ളും. ചിലപ്പോൾ ഇനി ലാലേട്ടൻ ചോദ്യം ചെയ്തുകൊണ്ട് ഇനി അത് റിപ്പീറ്റ് ചെയ്യുമോ അറിയത്തില്ല, പക്ഷെ മനസ്സിൽ കാണും പുള്ളിക്കാരിയുടെ. പിന്നെ ജിസേൽ വന്നിട്ട് അനുമോളെ പറയുന്നുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ജിസേലും ആര്യനും ഒന്നും മറ്റേ ആ പുതപ്പിന്റെ കേസ് ഒന്നും വിട്ടിട്ടില്ലടേ. അപ്പൊ അനുമോള് വന്നിട്ട് ജിസേൽ വന്നിട്ട് അനുമോളെ പേര് പറഞ്ഞിട്ട് പറയുവാണ്, അനുമോൾ ഇവിടുത്തെ ഒരു മിററായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്, പക്ഷേ അതിനകത്ത് നോക്കുമ്പോൾ അതിനകത്ത് കുറേ ക്യാമറകൾ ഇങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം ആ ക്യാമറയിൽ കൂടെ കാണുന്നത് ഡബിൾ ഫേസ് ആണോ എന്താണോ ഒരു വ്യക്തത ഇല്ലാത്ത രീതിയിലാണ് ആ കണ്ണാടി കൂടെ കാണുന്നത്. പക്ഷെ കാണുമ്പം നല്ല ബ്യൂട്ടിയാണ്, കാണാൻ കൊള്ളാം. പക്ഷേ അതിൻ്റെ അകത്ത് ഡബിൾ ഫേസ് ആണ്. കാരണം ഒരു നല്ല മനസ്സുള്ളൊരു മിറർ അല്ല അത്. കാരണം അനുമോള് ഇത് ജിസേലിൻ്റെയും ആരിൻ്റെയും പുതപ്പിൻ്റെ കേസ് കിട്ടി പറഞ്ഞല്ലോ. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു വിഷയം മിററുമായിട്ട് അനുമോളെ ഈ താരതമ്യം ചെയ്ത് പറഞ്ഞത്. അവിടുത്തെ ഒരു മിററാണ് അനുമോൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അനു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യനെയാണ്. ആര്യൻ അവിടെ കിടക്കുന്ന അവിടെ ഒരു വേസ്റ്റായിട്ടൊരു ചെയർ കിടപ്പുണ്ട്, ആ ചെയറാണ് ആര്യൻ. അതിൻ്റെ മണ്ടയിൽ ഒരാൾ കൊണ്ട് തുണി വിരിച്ചിടും. ജിസേലിനെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്. ആ തുണി വിരിച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ ആ തുണിയായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്, വെറുതെ കിടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ആര്യനെ തോന്നുന്നതെന്ന് അനുമോള് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടല്ല ഇട്ട് കുത്തുവാണ്. ഇങ്ങനെയുള്ള ടാസ്ക് വരുമ്പോഴേ അനുമോള് ആര്യന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ആര്യൻ അനുമോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ജിസേൽ അങ്ങോട്ട് അനുമോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കുത്തുവാണ് ഈ ഒരു പുതപ്പിന്റെ വിഷയം തമ്മിൽ. ഈ ഒരു പുതപ്പിന്റെ വിഷയം ഇതുവരെ അവരാരും വിട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും മോർണിംഗ് ടാസ്ക് കൊള്ളായിരുന്നു. അനീഷ് പൊളിച്ചടിക്കുക, ഒരു രക്ഷയില്ല. കാരണം ആദിലേക്ക് കൊടുത്ത മറുപടി അത് ആദിൽ അർഹിക്കുന്ന മറുപടി തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം, ലൈവ് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ലൈക്കും കൂടെ ചെയ്യുക. അപ്പം